ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ എസ്കെറ്റ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ചെപ്പുകൾ എന്ന പാഠം പഠിക്കാനാണ്. അപ്പോൾ നമുക്കിതാ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പിക്ചറിൽ എന്താണ് കാണാൻ പറ്റുന്നത്? അവിടെ ഒരു കുട്ടിയെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആ കുട്ടിയുടെ പേരാണ് മിന്നു. വീടിൻ്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. പെട്ടെന്ന് എന്തോ കയ്യിൽ കൊത്തി. എന്തൊരു വേദന! തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറു പ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം. ഇത്ര ചെറിയ ജീവിയോ? Minnu was walking along the beautiful garden in front of her house, humming a tune. At once something pricked her. It's so painful. She was surprised when she saw a little black insect on her hand. How tiny the creature is! അടുത്ത പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഒരു ഹെഡിങ്, ഉറുമ്പിലും ചെറുതോ എന്ന് പറഞ്ഞിട്ട്. വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. വലിയവ, ചെറിയവ, വിവിധ നിറങ്ങളിലുള്ളവ, വ്യത്യസ്ത ആകൃതിയിലുള്ളവ. താഴെ കൊടുത്ത ജീവികളെ വലുപ്പക്രമത്തിൽ ഒന്ന് എഴുതി നോക്കൂ. ആദ്യം വലിയ ജീവി തന്നെയാവട്ടെ. നമുക്കടിയിലൊരു പിക്ചർ കാണാൻ, കുറച്ച് ജീവികളുടെ പേര് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഏതൊക്കെ ജീവികളാണ് അവിടെ ഉള്ളത്? ആട്, ആന, ഒട്ടകം, ഉറുമ്പ്, കുതിര. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈവൻ സ്മാളർ ദാൻ an ant എന്നാണ് ഹെഡിങ്. There are so many kinds of plants and animals around us. Big, small, of different colors, shapes and so on. Try to write down the organisms given below in the order of the size. Let the biggest to the first. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, വലുതെന്ന് ചെറുതിലേക്ക് ഈ ആനിമൽസിനെയൊക്കെ എഴുതാനാണ്. അപ്പോൾ എവിടെ എന്തൊക്കെയാണ്? ഗോട്ട്, എലിഫൻറ്റ്, ക്യാമൽ ആൻഡ് ഹോഴ്സ്. ഇനി നമുക്ക് വലുതിൽ നിന്ന് ചെറിയ ആനിമലിലേക്ക് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ബോക്സ് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എഴുതി പൂരിപ്പിക്കാം. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജീവിയാണ് എലിഫൻറ്റ്, ആന. ക്യാമൽ, ഒട്ടകം. അടുത്തത് എന്താണ്? ഹോഴ്സ്, കുതിര. ഗോട്ട്, ആട്. ഏറ്റവും ചെറുതാണ് ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. ഇവിടെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി? ഈസ് ആൻഡ് ദ സ്മാളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ്? ആണോ? ഉറുമ്പാണോ നമ്മുടെ ലാൻഡിലെ ഏറ്റവും ചെറിയ ജീവി? അടുത്തത്, വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ? നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഇതിലും ചെറിയ ജീവികളുണ്ടോ? ആർ ദർ ഓർഗാനിസംസ് സ്മാളർ ദാൻ ദിസ്? വുഡ് ദർ ബി ഈവൻ സ്മാളർ ഓർഗാനിസം ഇൻ വാട്ടർ ആൻഡ് എയർ ടു? വെള്ളത്തിലും വായുവിലും ഒക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? How can we see minute organism? വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം? എങ്ങനെയാണ് നമ്മൾ ചെറിയ ഓർഗാനിസംസിനെ നോക്കുന്നത്? ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? Shall we use a hand lens to see this minute organism? Observe an ant with the help of a hand lens. ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കോ. എത്രത്തോളം വലുതായി കാണുന്നുണ്ട്? എന്താണ്? How big does it appear? ഉറുമ്പിനേക്കാൾ ചെറിയ ജീവിയെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. Now observe a creature smaller than an ant using a hand lens. നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം? How can we observe organisms that cannot be seen by the naked eye? എങ്ങനെ നിരീക്ഷിക്കാം? നമുക്കൊന്ന് നോക്കിയാലോ? അതെ, മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് നമുക്ക് ഇനി പഠിക്കാം.
മൈക്രോസ്കോപ്പ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മൈക്രോസ്കോപ്പ് എന്ന് മനസ്സിലായില്ലേ? മൈക്രോ organisms that cannot be seen by the naked eyes can be observed through the microscope. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ഹൗ സ്മാൾ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കും, മലയാളം മീഡിയത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇതാ, ട്രൈ ഡൂയിങ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ റിക്വയർഡ്: microscope, slide, cover glass, hair-soaked water. Take a drop of hair-soaked water on a slide. Place the cover glass and then observe it through the microscope. What can we see now? Don't you see tiny organisms moving in it? Draw them in your science diary. Could you observe any of the organisms given below? ഇനി മലയാളം മീഡിയംകാർക്കുള്ളത് ഞാൻ പറയാം. എന്താണ് ഇവിടെ പറയുന്നത്? എത്ര ചെറുത്! ഈ പരീക്ഷണം ചെയ്തു നോക്കൂ. ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, വൈക്കോൽ ഇട്ടുവെച്ച വെള്ളം. മുൻകൂട്ടി തയ്യാറാക്കിയ ജലസാമ്പിളിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. എന്തെല്ലാം കാണുന്നുണ്ട്? ചലിക്കുന്ന ചെറിയ ജീവികളെ കാണുന്നുണ്ടോ? അവയുടെ രൂപം ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ. താഴെ കൊടുത്ത ചിത്രത്തിലെ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? അപ്പോൾ അവിടെ അടിയിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏത് പിക്ചേഴ്സാണ്? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പിക്ചേഴ്സ് അല്ലേ? അതിനു മുമ്പ് എത്ര ചെറുത് എന്ന് ഹെഡിങ്ങിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു ജലം എങ്ങനെ ശേഖരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിക്കൊടുത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ അവലംബിക്കാം. കൊയ്ത്തു കഴിഞ്ഞ് പാടത്തുനിന്ന് വൈക്കോൽ ചീനജലം ശേഖരിക്കാം. തോട്, കുളം എന്നിവ വറ്റി തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലവും അനുയോജ്യമാണ്. ഒരു പിടി വൈക്കോലെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ജലം ഉറ്റിയെടുത്ത് തണുപ്പിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത് 3 ദിവസത്തിനു ശേഷം നിരീക്ഷിക്കാം. അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? while collecting water samples, the following things may be adopted. Collect water in which has decayed from harvest fields. Collect the remaining water from canals, ponds, etc., which have started drying up. Take a handful of hay, cut it into pieces and boil it in water. Drain the water and cool it. Mix the water with a spoonful of water collected from a stagnant water bed. Observe it after 3 days. അപ്പം നിങ്ങളോട് ഇവിടെ ചോദിച്ചു, താഴെ കൊടുത്ത ചിത്രത്തിൽ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? അപ്പം ആദ്യം നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ അമീബ, സെക്കൻഡ് പാരമീസിയം, തേർഡ് യുഗ്ലീന എന്ന് 3 ചിത്രങ്ങളാണ്. വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അവയെപ്പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്. നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. അടുത്ത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോക്കാം. Could you observe any of organisms given below? First picture amoeba, second picture paramecium, third picture euglena.
Haven't you learned about bacteria, virus, etc. earlier? These are also microorganisms. Organisms that cannot be seen by the naked eyes are microorganisms. കൂട്ടുകാരെ, ഇവിടെ നമുക്കൊരു നോട്ട് പഠിക്കാനുണ്ട്. നോട്ട് എഴുതി വെച്ചോളൂ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് ഉത്തരം സൂക്ഷ്മജീവികൾ. അപ്പോൾ ഓർഗാനിസംസ് that cannot be seen by the naked eyes are microorganisms. ജീവൻ്റെ നിർമ്മിതി. ഈ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് ഈ അമീബ, പാരമീസിയം എന്നിവയൊക്കെ സൂക്ഷ്മജീവികളിലൊക്കെ ജീവൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരിലെല്ലാം ജീവൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടെന്നാണെന്ന് ആർക്കെങ്കിലും അറിയോ? അപ്പോൾ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വായനക്കുറിപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ബേസിസ് ഓഫ് ലൈഫ്. Physiological activities like plays in microorganisms to what are their bodies made of. Find out using the given description. അപ്പോൾ 9th പേജിൽ നമ്മൾ വായിച്ചു. ഡിസ്ക്രിപ്ഷൻ വായിച്ചാലാണ് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന്. അപ്പോൾ 10th പേജിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളിൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട്. ഇവയാണ് ഏകകോശജീവികൾ. അമീബ, പാരമീസിയം, യുഗ്ലിന, ബാക്ടീരിയ എന്ന ഏകകോശജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശജീവികൾ. ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹുകോശജീവികളാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ഞാനായിട്ട് വായിക്കാൻ പോകുന്നത്. Tiny units of the body. The body is made up of many small units. Even the body of the tiny ant is made up of thousands of such small units. These small units of the body are called cells. There are organisms with only one cell. They are unicellular organisms. Amoeba, paramecium, euglena, bacteria, etc. are unicellular organisms. Organisms with more than one cell is their body are multicellular organisms. Animals and plants are multicellular organisms. അപ്പോൾ നമുക്കിവിടെ ഒരു നോട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് എ സെൽ ആൻഡ് എക്സ്പ്ലെയിൻ. എന്താണ് സെല്ല്, അതിനൊരു ഉദാഹരണം പറയാം. എ സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് ആൻഡ് example of a cell is a unit in the tissue of an animal muscle. അപ്പോൾ മലയാളം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഒരു സെല്ലും ഉദാഹരണം? സെല്ലെന്ന് പറഞ്ഞാൽ കോശാട്ടോ. ഒരു ന്യൂക്ലിയസുള്ള ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റായ ഒരു സെൽ നിർവചിക്കപ്പെടുന്നു. ഒരു മൃഗത്തിൻ്റെ പേശയുടെ കോശത്തിൻ്റെ ഒരു യൂണിറ്റാണ് കോശത്തിൻ്റെ പരിശോധന. അടുത്തത് വാട്ട് ഈസ് യൂണിസെല്ലുലാർ. യൂണിസെല്ലുലാർ ഓർഗാനിസം ആർ ദോസ് ഹൂസ് ബോഡി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൽ വിച്ച് പെർഫോംസ് all functions of the body. Example, amoeba, paramecium and bacteria. Some organisms are multicellular whose body consists of many cells. ഏകകോശം ശരീരത്തിലെ ദഹന പ്രക്രിയകൾ നിർവഹിക്കുന്ന
ഒരൊറ്റ കോശം അടങ്ങിയ ശരീരമാണ് ഏകകോശ ജീവികൾ. ഉദാഹരണത്തിന് അമീബ, പാരമീസിയം, ബാക്ടീരിയ. ചില ജീവികൾ മൾട്ടിസെല്ലുലാർ ആണ്. അവയുടെ ശരീരത്തിൽ ധാരാളം കോശങ്ങളുണ്ട്. കൂട്ടുകാരെ, അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാട്ട് യു ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ് are unicellular organisms. Why is it that these unicellular organisms are invisible small while the ant is larger than them? Do cells grow up with the child? Note down your guesses. Let us observe the cells of two persons of different age groups to find this. Materials required: microscope, slide, pour water, methylene blue stain, 2 new toothbrushes and cover glass. Observe the cheek cells of a child and those who a teacher through a microscope. Are these cells the same as the figure shown below? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ഇത്തരം ഏകകോശങ്ങളെയാണ്. ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്ത വിധം ചെറുതായിരിക്കാനും ഉറുമ്പിൻ്റെ ശരീരം കുറേ കൂടി വലുതായിരിക്കാനും എന്തായിരിക്കും കാരണം? കുട്ടി വളർന്നു വലുതാവുമ്പോൾ കോശങ്ങൾ വലുതാകുന്നുണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതൂ. നിങ്ങളുടെ ഊഹം ഇവിടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടെത്താനായി നമുക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള 2 ആളുകളുടെ കോശങ്ങൾ നിരീക്ഷിക്കാം. അവശിഷ്ട സാമഗ്രികൾ. ഇതെങ്ങനെയാണ് കവിളിൽ കോശം എടുക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടുക. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലൂടെ ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്ലൈൻ ചേർക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. Method of collecting cheek cell. Wash the mouth thoroughly with clean water. Scrub the internal surface of the cheek using a new toothbrush. Place the cheek scrap in the drop of water on the slide. Spray these and add a drop of stain. Cover it with the cover glass and observe the slide through the microscope. അപ്പോൾ അടുത്ത പേജ് 11th പേജിൽ കുട്ടിയുടെയും മുതിർന്ന ആളുടെയും കവിളിലെ കോശങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഊഹവുമായി താരതമ്യം ചെയ്യൂ. കോശങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടുത്താതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? ചിത്രം നിരീക്ഷിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഒരു 2 വീടുകൾ പണിയാണ്. ഒരു ചെറിയ വീടും ഒരു വലിയ വീടും. അപ്പോൾ എന്താണ് ചിത്രം വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയും ആണോ നാം ഉപയോഗിക്കുന്നത്? ആണോ? നമ്മൾ വലിയ വീട് നിർമ്മിക്കാനും ചെറിയ വീട് നിർമ്മിക്കാനും ഒരേ വലുപ്പത്തിലുള്ള ഇഷ്ടികകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ വീടുകളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? ഇവിടെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ വീട് പണിയാനും വലിയ വീട് പണിയാനും ഒരു ഇഷ്ടിക തന്നെയാണ്, ഒരു വലുപ്പത്തിലുള്ള ഇഷ്ടിക തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വലിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കുറവ് ഇഷ്ടികകൾ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ടത്രേ. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും? ആന മനുഷ്യരിലേറെ വലുപ്പമുണ്ടല്ലേ. അപ്പോൾ ആനയിൽ എത്ര ഉണ്ടാകും? അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു കുട്ടിയുടേതും അല്ല ഒരു മാഷിൻ്റേതും. അപ്പോൾ
ഒരു വലുപ്പത്തിലുള്ള കോശങ്ങളായിരിക്കും. പക്ഷേ മാഷിൻ്റേതിൽ കൂടുതൽ കോശങ്ങളും കുട്ടിയുടേതിൽ കുറച്ച് കോശങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. Do you notice any differences in the size of cheek cells of the child and the adult? Compare your findings with the guess you made. How does the body grow without bringing about any changes in the size of the cells? Observe the picture and draw your inference. Do we use big bricks for buildings, big house, and small ones for small house? What is the reasons for the difference in the size of house? Based on this, find out the reasons for the difference in the size of organisms. Write it down in your science diary. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഇപ്പോൾ ഇവിടെ 2 വീട് പണിയുന്നുണ്ട്. ഒരു ചെറിയ വീടും ഒരു വലിയ വീടും. ചെറിയ വീട് പണിയാനായിട്ട് നമ്മൾ ചെറിയ ഇഷ്ടിക കല്ലുകളാണോ അതോ വലിയ വീട് പണിയാനായിട്ട് വലിയ ഇഷ്ടിക കല്ലുകളാണോ ഉപയോഗിക്കുന്നത്? അല്ലല്ലേ, ഒരു സൈസിലുള്ള ഇഷ്ടിക കല്ലുകൾ തന്നെയാണ് 2 വീടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ഒരു നമ്മുടെ അഡൽട്ടിൻ്റെ ചിലപ്പോൾ നമ്മളൊരു മാഷിൻ്റെയും കുട്ടീൻ്റെയും പറഞ്ഞു. അപ്പോൾ ആ കുട്ടീൻ്റെയിലും മാഷിൻ്റെയിലും ഒരു സൈസിലുള്ള സെൽസ് തന്നെയായിരിക്കും. പക്ഷെ മാഷിൻ്റെയിൽ കൂടുതൽ സെൽസുകളുണ്ടാവും, കുട്ടിയുടെയിൽ കുറഞ്ഞ സെൽസുകളുണ്ടാവും. എങ്ങനെ? ഒരു ചെറിയ വീടുണ്ടാക്കുമ്പോൾ കുറച്ച് ഇഷ്ടികക്കല്ലുകളും വലിയ വീടുണ്ടാക്കുമ്പോൾ കുറേ ഇഷ്ടികക്കല്ലുകളുമായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹൗ മെനി സെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് said that there are millions of cells in the human body. If so, how large would be the number of cells in the body of an elephant? Elephant animalsലേറെ ബിഗ് ആണ്. എലിഫൻ്റ് നമ്മൾ മനുഷ്യരിലേറെ ബിഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ 1 മില്യണോ കൂടുതൽ സെല്ലുകളുണ്ട്. അപ്പോൾ ഒരു എലിഫൻ്റെ ശരീരത്തിൽ എത്ര സെല്ലുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചീക്ക് സെൽ ഇൻ അഡൽട്ട് ആൻഡ് ചൈൽഡ്? എന്താണ് കുട്ടിയുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും സെൽസ്, കവിളിലെ കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, ഇൻ അഡൽട്ട് ദ സെൽസ് ആർ മോർ ഇൻ നമ്പർ വിത്ത് ദാൻ ഓഫ് ചിൽഡ്രൻ. മുതിർന്നവരുടെ കോശങ്ങൾ കുട്ടികളെക്കാൾ കൂടുതലായിരിക്കും. മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയുള്ളത് ചോദ്യം, കുട്ടികളിലും മുതിർന്നവരിലുമുള്ള കവിളിലെ കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, മുതിർന്നവരിൽ കോശങ്ങൾ കുട്ടികളെക്കാൾ കൂടുതലായിരിക്കും. അടുത്തതായിട്ട് അതിൻ്റെ അടിയിൽ കോശങ്ങൾ പലതരം എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടേതുപോലെയാണോ? ഈ പ്രവർത്തനം ആദ്യം ഞാനിതൊന്ന് വായിച്ചു തരാം, ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേണ്ടിയുള്ളത്. എന്നിട്ട് ഞാൻ 2 പേർക്കും കൂടി വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പം ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. സ്കൂൾ ലാബിൽ നിന്ന് രക്തകോശത്തിൻ്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. നേരത്തെ നിരീക്ഷിച്ച കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങളുമുള്ളത്? ചുവടെ കൊടുത്ത ചിത്രങ്ങൾ ഏതു കോശങ്ങളുടേതാണെന്ന് കണ്ടെത്തി എഴുതൂ. എന്താണ്? ഈസ് ദ ഷേപ്പ് ഓഫ് ഓൾ ദ സെൽ ഇൻ എ ഹ്യൂമൻ ബോഡി ദ സെയിം ആസ് that of cheek cell? Try to do the activity. Take the slide of blood cell from the school lab and observe it through a microscope. Is the shape of these cells similar to the cheek cells which we observed earlier? Identify the cells given below and write them down. Okay.
ഇപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടെ പോലെയല്ല അല്ലേ. നമ്മൾ ഇപ്പോൾ കവിളിലെ സെല്ല് അതുപോലെ തന്നെ മറ്റു ഭാഗത്തെ സെല്ലും ഒരുപോലത്തെ സൈസിലാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രവർത്തനം നിങ്ങളോട് ചെയ്തു നോക്കാനാണ്. എന്താണ് പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സ്കൂളിലൊരു ലാബ് ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം സയൻസ് ലാബ് എന്നൊക്കെ പറയും. അപ്പോൾ ലാബിൽ രക്തകോശം, ചിലവരൊക്കെ പോയിട്ടുണ്ടാകും, രക്തകോശത്തിൻ്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കും. മൈക്രോസ്കോപ്പ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കുമുള്ളത് എന്നൊക്കെ. കവിളിലെ കോശങ്ങൾ ഇതെടുക്കുക, എന്നിട്ട് അതേതാണോ അതേ അതിൻ്റെ പോലെ തന്നെയാണോ മറ്റു കോശങ്ങളും എന്ന് നമുക്ക് നോക്കാം. ചുവടെ കൊടുത്ത ചിത്രത്തിൽ ഏതു കോശങ്ങളുടേതാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ അടിയിൽ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, 2 കോശങ്ങളെ. അത് ഏത് കോശങ്ങളാണെന്നുള്ളത് കണ്ടെത്തിയില്ല. പിന്നെ നിങ്ങൾ ആ ചിത്രം തന്നെ നോക്കൂ, രണ്ടും വേറെ വേറെ സൈസിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപോലെയല്ല എന്നുള്ളത്. അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. എന്നാലും അത് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് നല്ലോണം പഠിക്കാനും അതുപോലെ തന്നെ രസമൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. മനുഷ്യ ശരീരത്തിലെ പലതരം കോശങ്ങളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാ കോശങ്ങളും ഒരുപോലെയാണോ. അപ്പം നമ്മൾ കണ്ടെത്തി ഒരുപോലെയല്ല. അപ്പം മനുഷ്യ ശരീരത്തിലെ പലതരം കോശങ്ങളാണ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? പേശികോശം, നാഡീകോശം. ഓക്കെ. ബഹുകോശ ജീവികളിൽ ഇതുപോലെ വിവിധ തരം കോശങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരിത് നോക്കാം. There are different types of cell in the human body. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബോഡിയിൽ പലതരം കോശങ്ങളുണ്ട്. നമ്മളത് ചെയ്തു നോക്കിയില്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? മസിൽ സെല്ല്, ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് 2 സെല്ലുകളാണ് അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. There are the different types of cell like these in multicellular organs. മൾട്ടിസെല്ലുലാർ ഓർഗൻസിലും ഇതുപോലെ തന്നെ പല ടൈപ്പ് സെല്ലുകളും അവരുടേലും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെല്ലിൻ്റെ ഉൾഭാഗം നോക്കാം. അനിമൽ സെല്ലിൻ്റെ ഉൾഭാഗമാണ് ഇത് നിങ്ങൾ കാണുന്നത്, ഇൻസൈഡ് ദ സെല്ല്. ഓക്കെ, ഇൻസൈഡ് കോശത്തിനുള്ളിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പിക്ചറിൽ ആദ്യം സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. കോശസ്തരം എന്ന് പറഞ്ഞാൽ ആ ബോർഡർ ഉണ്ടല്ലോ സെല്ലിൻ്റെ, ആ ബോർഡറിനാണ് കോശസ്തരം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോശദ്രവ്യം, അത് പറയുന്നത് അതിൻ്റെ ഉൾഭാഗത്തെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് കർമ്മം, അതായത് ന്യൂക്ലിയസ്. അപ്പോൾ ഇത് ജന്തുകോശമാണ്. അപ്പം നമുക്ക് ഒരു നോട്ടൊന്ന് നോക്കിയാൽ അതിനു മുമ്പ് ഈ സൈഡിൽ എന്തോന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും പൊതുവായി ചില ഘടകങ്ങളുണ്ട്. ജന്തുകോശ ചിത്രം പരിശോധിച്ച് കോശത്തിൻ്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള നോട്ട്. അപ്പോൾ അതൊന്ന് ഇതെടുക്കുക. അപ്പോൾ ഇതാണ് ആ നോട്ട്. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് കർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എക്സെട്രാസ് are some of the important parts of a cell. Nucleus is the center of the cell. The cell membrane is the covering of the cell. The matrix filler inside the cell membrane is the cytoplasm. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. ലെറ്റ്സ് examine a part of a plant. Observe the onion peel through a microscope. Draw the outline of the shape you have observed in the science diary. Compare it with the figure given below. എന്താണ് പറഞ്ഞിട്ടുള്ളത്?
പ്ലാന്റ് ബോഡി സസ്യശരീരം. ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഉള്ളിത്തോല് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം. അപ്പം നമുക്ക് ഉള്ളിത്തോല് എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ കഴിയുന്നവർക്ക് നിരീക്ഷിക്കാം. നിങ്ങൾ നിരീക്ഷിച്ച രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരക്കണം. താഴെ നൽകിയിട്ടുള്ള ചിത്രവുമായി താരതമ്യം ചെയ്യൂ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്കൊരു പിക്ചർ കാണാം. അത് ഞാൻ കാണിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതും ഇതും നിങ്ങൾ കണ്ടത് നിങ്ങൾ സയൻസ് ഡയറിയിൽ വരച്ചിട്ട് അതും ഇത് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് മെത്തേഡ് ഓഫ് പ്രിപ്പയറിങ് സ്ലൈഡ് തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താ നമുക്ക് വായിക്കാം. റിമൂവ് ദ ഡ്രൈ ഔട്ടർ ലെയേഴ്സ് ഓഫ് ഓണിയൻ, ദ പീൽ ഓഫ് the thin layer from the fleshy part. Keep these in water in a large glass. After staining saffron, it place a small portion on a slide of using a brush. Cover it with cover glass. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്തു നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിൽ ജലത്തിൽ വയ്ക്കുക. സ്റ്റെയിൻ സഫ്രാനിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു റെഡ് പോലത്തെ ഒരു വാട്ടർ, റെഡ് കളറിലൊരു വാട്ടർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ മുക്കിയാൽ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് കാണാം. അതിനാണ് സാഫ്രാൻ ഉപയോഗിക്കുന്നത്. ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഡ്രോ ദ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് ലാബിൾ ദ പാർട്സ്. താഴെ കൊടുത്ത ചിത്രത്തിൽ ശാസ്ത്രപുസ്തകത്തിൽ വരച്ച കോശഭാഗങ്ങൾ രേഖപ്പെടുത്തൂ. അപ്പോൾ ഏതൊക്കെയാണ്? വൈറ്റ് ബ്ലഡ് സെൽ, ചീക്ക് സെൽ. വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദ അനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നൗ വാട്ട് അബൌട്ട് ദ പ്ലാന്റ് ബോഡി? വെളുത്ത രക്തകോശം കവിളിലെ കോശമാണ് ജന്തു ശരീരത്തിൻ്റെത്. ജന്തു ശരീര കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ സസ്യ ശരീരമോ നമുക്ക് സസ്യ ശരീരത്തിൻ്റെ നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പിക്ചറാണ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ. അപ്പോൾ ഈ പിക്ചർ വെച്ചിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ സസ്യകോശങ്ങളിലൂടെ വൈവിധ്യം എന്ന് diversity in the plant cell too. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അനിമൽ സെല്ല് പഠിച്ചു, ഹ്യൂമൻ സെല്ല് പഠിച്ചു. അപ്പോൾ ഇത് പ്ലാന്റ് സെല്ലാണ് കേട്ടോ. അപ്പം മുൻ ക്ലാസ്സിൽ നിങ്ങൾ കവിൾ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? Haven't you observed guard cells in your lower classes? പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ 5ാം ക്ലാസ്സിലായിരുന്നപ്പോൾ സ്റ്റൊമാറ്റോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിരീക്ഷിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ കൊടുക്കാം. അപ്പോൾ പിന്നെന്താ? ഓക്കെ, ഡോണ്ട് യു സീ other cells also with the guard cells in the given figure? എന്താണ്? തന്നിരിക്കുന്ന ചിത്രത്തിൽ കവിൾ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കവിൾ കോശങ്ങൾ ഇലയിലും മറ്റു കോശങ്ങളിൽ ഉള്ള തൊലിയിൽ കോശങ്ങൾ എന്നിവ ആകൃതി, വലുപ്പം എന്നീ കാര്യങ്ങളിൽ ഒരു പോലെയാണോ? താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇവിടെ ഒരു ബ്ലൂ കളറിലുള്ളത് ഉള്ളിത്തൊലിയിലെ കോശമാണ്. ഗ്രീൻ കളർ കവിളിലെ കോശങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ്? സെൽസ് ഓഫ് ഓണിയൻ പീൽ ബ്ലൂ, ഗോഡ് സെൽസ് ആണ് ഗ്രീൻ കളറിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കാം. ആർ ദ ഗോഡ് സെൽസ് ദ other cells in the leaves and the cells in the onion peel same in shape and size? Compare and write the difference in the സയൻസ് ലെയർ. അപ്പം നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നോ എന്താണ്? ഓണിയൻ പീലിൻ്റെ സെല്ലും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സെല്ലെടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ. അപ്പോൾ ഇവിടെ ആ കവിൾക്കോശവും ഉള്ളിത്തൊലിയുടെ കോശവും തന്നിട്ട് അത് ഒരുപോലെയാണോ? അല്ല, നമ്മൾ കുറേ പഠിച്ചു, അതൊന്നും ഒരുപോലെയല്ല. അപ്പം നമ്മൾ കുറേ സെൽസ് വെച്ചിട്ട് നോക്കി, ഒന്നും നമുക്ക് ഒരുപോലെയല്ല കിട്ടിയിട്ടുള്ളത് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അതിൻ്റെ അടിയിൽ തന്നെ IT school EduBund will
സ്കൂൾ റിസോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സി അപ്പോൾ എന്താ ഇവിടെ എന്താ റിസോഴ്സ് വാതകവിനിമയം സസ്യങ്ങളിലെ എന്ന ഭാഗം കാണുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ജന്തുകോശങ്ങളിൽ കാണാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ? അപ്പോൾ നമുക്ക് സസ്യകോശവും ജന്തുകോശവും ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് രണ്ടിലും ഉള്ളത് രണ്ടിലും ഇല്ലാത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. അപ്പോൾ അനിമൽ സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിലും ഉണ്ട് ന്യൂക്ലിയസ്. അനിമൽ സെല്ലിൽ സൈറ്റോപ്ലാസം ഉണ്ട്, പ്ലാന്റ് സെല്ലിലും സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ സെൽ മെംബ്രെയിന് രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇല്ലാത്തത് സെൽ വാള് പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ, ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പോൾ you have noticed the difference between plant and animal cell അല്ലേ? Write down your findings in the science diary. Are the different parts of a plant made up of similar kind of cells? Take a cross section of a tender stem of a plant using a sharp blade. It should be thin and complete. Place the section of a slide and observe it through the microscope. You can see different types of plants. We have learned that the body of an animal and plant are made up of cells. Plant and animals have cells that differ in shapes and size. The life activities take place by the coordination of these cells. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം, മലയാളം മീഡിയക്കാർക്കും. അപ്പോൾ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. വിവിധ സസ്യഭാഗങ്ങളിൽ ഒരേ തരം കോശങ്ങൾ കൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ ഇതിനായിട്ടൊരു നിങ്ങൾ റഫിലൊക്കെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മൂർച്ചയുള്ള ബ്ലേഡ് ബ്ലെൻഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളം തണ്ടിൽ നിന്നും കുറുകെയുള്ള ഛേദമെടുക്കുക. ഛേദം നേർത്തതും പൂർണ്ണവുമാവണം. ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. വിവിധ തരം സസ്യകോശങ്ങൾ കാണുന്നില്ലേ? ജന്തു ശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തി. ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പം നമ്മൾ ഈ പാഠം മൊത്തം അങ്ങോട്ട് പഠിച്ച് തീർത്തു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഈ പാഠം നല്ലവണ്ണം പഠിച്ചിട്ട് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.